പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരനും പെൺസുഹൃത്തും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അനാറ്റമി വിഭാഗത്തിലെ താൽക്കാലിക അറ്റൻഡർ രാകേഷും പെൺസുഹൃത്തുമാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇരുവരും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. AV ജയശങ്കറുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരുന്നു സംഭവം. ഈ താൽക്കാലിക ജീവനക്കാരന് അനുവദിച്ച മുറിയിൽ വെച്ചാണ് ഇത്തരത്തിൽ വിഷം കഴിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ രാകേഷ് എന്നാണ് ഈ താൽക്കാലിക ജീവനക്കാരന്റെ പേരെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇദ്ദേഹവും പെൺ സുഹൃത്തുമാണ് ഇത്തരത്തിൽ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർക്ക് അനുവദിച്ച മുറിയിൽ വെച്ച വിഷം കഴിച്ചത്. ഉടൻ തന്നെ ഇത് ആശുപത്രി ജീവനക്കാർ ഇക്കാര്യം അറിയുകയും ഇവരെ മറ്റ് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റുകയായിരുന്നു ചെയ്ത്. ഈ ആശുപത്രി ജീവനക്കാർ പെട്ടെന്ന് ഈ വിഷയം അറിഞ്ഞത് തന്നെയാണ് ഇത്തരത്തിൽ ഇവരെ രക്ഷിക്കാൻ ഭാഗത്തിലേക്ക് ചികിത്സയ്ക്ക് മാറ്റാൻ സാധിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇരുവരും നിലവിൽ ചികിത്സയിലാണ്. ഈ ആത്മഹത്യാ ശ്രമമാണോ ഇനി മറ്റെന്തെങ്കിലും സംഭവം ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തിനാണ് ഇവർ ഇത്തരത്തിൽ വിഷം കഴിച്ച് ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് സംബന്ധിച്ച് നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. അന്വേഷണത്തിലായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരിക. ഒപ്പം തന്നെ ഈ ആത്മഹത്യ ശ്രമിച്ച ആളുകളുടെ ഒരു മൊഴി കൂടി ഈ വിഷയത്തിൽ നിർണായകമാണ്. കാരണം ഇവർക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുക. ഇവരെന്തായാലും ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എങ്കിൽ പോലും ഇവർ നിരീക്ഷണത്തിലാണ്. ഇവരുടെ മൊഴി കൂടി എടുത്ത ശേഷമായിരിക്കും കോന്നി പോലീസ് ഇക്കാര്യത്തിലൊരു നിഗമനത്തിലെത്തുക. എന്തായാലും ഇരുവരും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിൽ വിഷം കഴിച്ചുകൊണ്ട് ഒരു ആത്മഹത്യാ ശ്രമം കോന്നി മെഡിക്കൽ കോളേജിൽ നടന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.